നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 177ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ശ്രീമതി KR ഗൗരിയമ്മയെക്കുറിച്ചിട്ടാണ്. ഈ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്യുകയും അവരുടെ ആത്മകഥ വായിക്കുകയും അങ്ങനെ ഒരു 1.5 മാസത്തെ നീണ്ട പഠനത്തിന് ശേഷമാണ് ഇങ്ങനെയൊന്ന് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഇത് ഷൂട്ട് ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിച്ചും ആലോചിച്ചും എഴുതിയും കുറിച്ചുമൊക്കെ ഇരുന്നു. 1984 ശ്രീധരത്തിനെതിരായി ഒരു ഡോക്യുമെൻ്ററി ചിത്രം വൺ മോർ മാർട്ടയർ, ഒരു രക്തസാക്ഷി കൂടി എന്നുള്ള ഒരു ചിത്രം, അതിൽ നായകവേഷം ചെയ്തത് ഞാനാണ്. പ്രശസ്ത സാഹിത്യകാരനായ AD രാജൻ സ്ക്രിപ്റ്റും സ്റ്റേറ്റ് അവാർഡ് നേടിയ ശ്രീ M വേണുകുമാർ സംവിധാനവും ലോകപ്രശസ്തനായ സംഗീതജ്ഞൻ ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം നൽകിയ ഈ ചിത്രത്തിൻ്റെ ക്യാമറ ചെയ്തത്, ഛായാഗ്രഹണം ചെയ്തത് S കുമാറാണ്. 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം ഗവൺമെൻറ് ലെവലിൽ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ വാങ്ങിക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവിതത്തിലെ 10 വർഷമാണ് വെറുതെ കടന്നുപോയത്. അതൊക്കെ പറഞ്ഞാൽ തീരില്ല. ഇന്ന് ഞാൻ ഗൗരിയമ്മയെക്കുറിച്ച് പറയാനുള്ള കാരണം, അന്ന് ഈ ചിത്രത്തിൻ്റെ ഡീറ്റെയിൽസും സ്ക്രിപ്റ്റും എല്ലാ കാര്യങ്ങളും പബ്ലിക് റിലേഷൻസിലും സോഷ്യൽ വെൽഫെയറിലും ഒക്കെ സമർപ്പിച്ചിരുന്നു. ദിനം പ്രതി തമ്പാനൂരിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ ചെല്ലുക, പാസ് എടുക്കുക, അതിന് ഓരോരോ സെക്ഷനിൽ ഓരോരുത്തരെ കാണുക, അങ്ങനെ കുറേ നാൾ അതിനുവേണ്ടി തന്നെ നടന്നു തളർന്നു. കാലിലെ ചെരുപ്പുകൾ എത്ര എണ്ണം മാറി എന്ന് ഇന്നും പറയാവതല്ല. ഇതൊക്കെ വളരെ മോശപ്പെട്ട ഒരു അവതരണ ശൈലിയല്ല, മറിച്ച് ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ. ഒടുവിൽ പബ്ലിക് റിലേഷൻസ് ഡയറക്ടറായിരുന്ന ശ്രീ GN പണിക്കർ സാർ ഇത് കാണുകയും 6 ഏപ്രിലിൻ്റെ ഗവൺമെൻറ് തലത്തിൽ വാങ്ങുകയും ചെയ്തു. അതാണ് അതിൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ ഇതിനു മുന്നേ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് മാസങ്ങളും വർഷങ്ങളും എടുത്ത് കയറി ഇറങ്ങി നടന്ന് ക്ലൈമാക്സ് ഫയൽ ഒന്ന് സോഷ്യൽ വെൽഫെയറിൻ്റെയും കൂടെ മന്ത്രിയായിരുന്ന ശ്രീമതി ഗൗരിയമ്മയെ അടുത്ത് ഇതൊന്നും കൊണ്ട് എത്തിക്കണം. അപ്പോൾ വേറെ സെക്ഷനിലെ ഒരു അണ്ടർ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു 30-32 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ രീതി എന്ന് പറഞ്ഞാൽ, നല്ല ഡ്രസ്സിട്ട് വന്നാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. പിന്നെ മേൽജാതിയാണെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹം താമസമിന ഉയർന്ന പദവിയിലേക്ക് എത്തേണ്ട ഒരു അണ്ടർ സെക്രട്ടറിയാണ്. എത്ര തവണ ചെന്ന് കണ്ടിട്ടും അദ്ദേഹം ഈ ഫയൽ മുന്നോട്ട് ഫോർവേഡ് ചെയ്യില്ല. ഒടുവിൽ ഞാൻ ശ്രീമതി ഗൗരിയമ്മയെ കാണാൻ വേണ്ടി പാസ് എടുത്ത് ഒരു 3-4 തവണയെങ്കിലും അവരെ കണ്ടിട്ട് ഞാൻ വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു, അമ്മേ, ഇത് ശ്രീധരത്തിനെതിരായിട്ട്, ശ്രീധരൻ വാങ്ങരുത് കൊടുക്കരുത് എന്നതിനെതിരായിട്ട് 10 മിനിറ്റുള്ള ഒരു ഡോക്യുമെൻ്ററി ചിത്രമാണ്. ഇത് കണ്ടിട്ട് എത്ര പേർ ശ്രീധരൻ വാങ്ങാതെ കല്യാണം കഴിക്കും, അല്ലെ ശ്രീധരൻ വാങ്ങാതെ ജീവിക്കും എന്നൊന്നും എനിക്ക് പറയാവതല്ല. എങ്കിലും
ഈ സെക്ഷനിൽ ഞാൻ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അവിടെ ഇരിക്കുന്ന അണ്ടർ സെക്രട്ടറിക്ക് ഭയങ്കര ഈഗോയും ഉയർന്ന ജാതിക്കാരനെയും നല്ല ഡ്രസ്സിട്ട് വരുന്നവനെയും ഒന്നും കണ്ടാൽ ഇഷ്ടപ്പെടുകയില്ല. വളരെ മോശമായിട്ടുള്ള പെരുമാറ്റവുമാണ്. ഇതിനൊരു അവസാനം ഉണ്ടാകുമോ എന്നറിഞ്ഞാൽ കൊള്ളാം. ഒന്നും തോന്നുന്നില്ലെങ്കിൽ ഇവിടെ എനിക്ക് പറയാനുള്ളത്, കാലിൽ ഇട്ട ചെരുപ്പുകൾ പലത് തേഞ്ഞു. എന്നെ നോക്കി ഒന്ന് ചിരിച്ചു, ഒന്ന് ഘനത്തിൽ ഒന്ന് മൂളി. എന്താ പേര്, എന്ത് ചെയ്യുന്നു? ഇപ്പോൾ എഴുത്തുകാരനാണ്, ചെറുതായിട്ട് കന്നെഴുതും. എഴുത്തുകാരനാണ്. ഇങ്ങനൊരു സബ്ജക്റ്റ് ചെയ്തു. ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചത്. കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഫയലൊന്ന് വാങ്ങി ഒന്ന് പഠിച്ചാൽ നന്നായിരിക്കും. അദ്ദേഹം അത്ര മോശമായിട്ട് പെരുമാറിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, മേൽജാതിക്കാരനെ കണ്ടാൽ കീഴ്ജാതിക്കാരന് ഉണ്ടാകുന്ന ഒരു അപകർഷതാബോധം അദ്ദേഹത്തിൽ മാത്രം കണ്ടൊരു ഇതാണ് ഞാൻ പറഞ്ഞത്. തെറ്റായിട്ടൊന്നും ആരും ചിന്തിക്കേണ്ട. ആ ഫയൽ ഒരു തരത്തിൽ അദ്ദേഹം ഫോർവേഡ് ചെയ്യില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനൊരു പര്യവസാനം ഉണ്ടായെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി നടക്കുന്നത് ഒഴിവാക്കാമായിരുന്നു അമ്മേ. ഉടനെ തന്നെ ഫോൺ ചെയ്ത് അണ്ടർ സെക്രട്ടറിയെ വിളിച്ചിട്ട് പറഞ്ഞു, ശരവൺ മഹേശൻ്റെ ഡോക്യുമെൻ്ററി ചിത്രത്തെക്കുറിച്ചിട്ടുള്ള ആ ഫയൽ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തിൻ 10 minutes എൻ്റെ ടേബിളിൽ എത്തിക്കണം. എന്താണ് അത് വച്ച് താമസിപ്പിക്കാൻ കാരണം? അപ്പോൾ അദ്ദേഹം എന്തൊക്കെയോ ഫോണിലൂടെ പറയുന്നുണ്ട്. 10 minute ഷാർപ്പ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഗൗരിയമ്മ ഇയാളെ വിളിക്കുകയാണ്. ആ ബിൽഡിങ്ങിൽ നിന്നും ഈ ബിൽഡിങ്ങിലേക്ക് ഫയൽ കൊണ്ടുവരാൻ എത്ര സമയം വേണം? അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് ഇപ്പോൾ വേണം. അങ്ങനെ കയ്യിലൊരു പേനയും കരുതി വെള്ള സാരി ചുറ്റി ടേബിളിൽ നിന്ന് കസേരയിൽ നിന്നും അവർ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നുണ്ട്. ഈ ടൈമിനുള്ളിൽ ആ ഫയൽ കൊണ്ടുവരുന്നു. അത് നിങ്ങൾ തന്നെ കൊണ്ടുവരണം എന്നുള്ള ആ ഓർഡർ കണ്ടപ്പോൾ അവിടെ ആ ഗാംഭീര്യം, ആ മനക്കരുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം തന്നെ ഫയലും കൊണ്ട് ഇവിടെ വന്നപ്പോൾ, ഒരു ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര ദിവസത്തിനകത്ത് ചെക്ക് ചെയ്ത് ഫോർവേഡ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ലേ? അറിയാം മാഡം, വളരെ വിനയത്തോടുകൂടി പറഞ്ഞു. നിങ്ങളെപ്പറ്റി നല്ലതൊന്നുമല്ലല്ലോ ഇദ്ദേഹം ഇവിടെ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഞാൻ തന്നെ പറയണോ? വരുന്ന ആൾക്കാരോട് വളരെ മാന്യതയോടും വിനയത്തോടും കൂടി വേണം പെരുമാറാൻ. നിങ്ങൾക്ക് IAS കിട്ടാൻ യോഗ്യതയുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള സമയമൊക്കെ ആയി വരുമല്ലേ. ഒരു റിമാർക്ക് ഉണ്ടായാൽ എന്ത് ആവും എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമെല്ലാം ചുമന്ന് തൊടുത്തു. ഇത് സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. ആ ഡോക്യുമെൻ്ററിയുടെ ഈ ഫയൽ നിങ്ങളുടെ ടേബിളിൽ വന്നിട്ട് ഏകദേശം 3 മാസക്കാലത്തോളമായിരിക്കുന്നു. എന്തുകൊണ്ട് ഫോർവേഡ് ചെയ്തില്ല? ഇതുപോലെയാണോ എല്ലാ ഫയലുകളുടെയും സ്ഥിതി എന്ന് പറഞ്ഞ് കുറേയധികം ചോദ്യങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ശരിക്കും നിന്ന് വേർക്കുകയാണ്. ഒടുവിൽ ഇരിക്കൂ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് സീറ്റ് തന്ന് അവർ അവിടെ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ഈ ഡോക്യുമെൻ്ററി ജനങ്ങൾക്ക് ഗുണം ചെയ്യുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം, ഗുണത്തെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്? പക്ഷേ ഒരു സന്ദേശം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എത്ര പേർക്ക് മനസ്സിന് പരിവർത്തനമുണ്ടാകാം എന്ന് എനിക്ക് പറയാവുന്നതല്ല. എങ്കിലും ഞാൻ സ്ത്രീധനം വാങ്ങാതെയും സ്ത്രീധനം ചോദിക്കാതെ തന്നെയായിരിക്കും വിവാഹിതനാവുക. അപ്പോൾ ഒന്ന് നോക്കി, ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ഫയലെല്ലാം തിരിച്ചും പറിച്ചും നോക്കി അതിൻ്റെ കണ്ടൻറ്റും അതിൻ്റെ സിനോപ്സിസും എല്ലാം വിശദമായി നോക്കിയിട്ട് പുറകിലൊരു നോട്ടുണ്ടായിരുന്നു. അപ്പം മുമ്പ് മന്ത്രി കമലം സോഷ്യൽ വെൽഫെയറും കൂടെ കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് ഞങ്ങൾ കൊണ്ടുപോയി തരകണി സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി അവരെ ഈ ചിത്രം കാണിക്കുകയും
നല്ല റിപ്പോർട്ട് കൊടുക്കാം എന്ന് എന്നോട് പറയുകയും ചെയ്തതാണ്. പക്ഷേ ആ റിട്ടേൺ ഡോക്യുമെൻറ്റിൻ്റെ പുറകിൽ അത്ര നല്ല രീതിയിലുള്ള കമൻ്റ് ആയിരുന്നില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. അതിനുശേഷം നിങ്ങൾ പോകൂ, ഞാൻ ഈ ഫയൽ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഡോർ തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അണ്ടർ സെക്രട്ടറിയോട് പറഞ്ഞു, ആ മനുഷ്യൻ ഇവിടെ വന്നിരുന്ന് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് വല്ലാണ്ടായി. ഇങ്ങനെയാണോ നിങ്ങൾ എല്ലാ ഫയലും സ്റ്റഡി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വളരെ ഗാംഭീര്യമുള്ള സ്വരത്തിൽ അവരോട് പറയുന്നത് കേട്ടു. അങ്ങനെ ഞാൻ തൊഴുകൈയോടെ മടങ്ങി. വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ അവരെ പാസ് എടുത്ത് ടൈം ഫിക്സ് ചെയ്ത് മന്ത്രിമുറിയിൽ പോയി കാണുമ്പോൾ അവർ പറഞ്ഞു, കുഞ്ഞെ, ഞാനിതെല്ലാം പഠിച്ചു, പക്ഷേ ഇത് മുൻ മന്ത്രി എഴുതിയ ഒരു കമൻ്റ്, അതിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ എഴുതുക എന്ന് പറയുന്നത് ശരിയാണോ? ഞാൻ സുദീർഘമായി ഈ ഫയൽ പഠിച്ചു. എനിക്ക് വിഷമമുണ്ട് നിങ്ങളുടെ ഈ ഫിലിം സോഷ്യൽ വെൽഫെയറിലൂടെ എടുക്കണമെന്ന്. ഞാൻ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ടാണ് പറയുന്നത്. ഒരാൾ ഒപ്പുവെച്ച ഫയലിൽ വീണ്ടും എനിക്ക് ഒപ്പുവയ്ക്കാൻ വിഷമമുണ്ട്. പക്ഷേ ആ അണ്ടർ സെക്രട്ടറിയുടെ കാര്യത്തിൽ ഞാൻ വളരെയധികം പഠിച്ചു, പലരോടും അതേപ്പറ്റി അന്വേഷിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെ മോശമാണെന്നുമാണ് മറ്റുള്ളവരും പറഞ്ഞത്. എന്തായാലും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതിൽ വിഷമമുണ്ട് കുഞ്ഞെ. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞ് അവർ ആ ഫയൽ എഴുതിയിട്ട് ഫയൽ ക്ലോസ് ചെയ്തു. ഇറങ്ങുമ്പോൾ എൻ്റെ ആ വിഷമം പിടിച്ച മുഖം കണ്ടിട്ട് അവർ പറഞ്ഞു, വ്യക്തിപരമായി നിങ്ങളുടെ ഈ ചിത്രത്തെപ്പറ്റിയും നിങ്ങളുടെ കാഴ്ചപ്പാടിനെ പറ്റിയൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ നിയമത്തിൻ്റെ നൂലാമാലകളിൽ ഓരോരുത്തർ ചിന്തിക്കുന്നത് ഓരോ തരത്തിലല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാനും ചിന്തിച്ചു, ഓരോരുത്തർ ചിന്തിക്കുന്ന ഓരോ തരത്തിലല്ലേ. തൊഴുകൈയോടെ ഞാൻ അവിടുന്ന് ചിരിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി. പിന്നെയും വർഷങ്ങൾ നീണ്ടതിന് ശേഷമാണ് ആ ചിത്രം പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഒരു 6 പ്രിൻ്റ് എടുത്ത് ഗ്രാമാന്തരം തോറും കാണിക്കാനിടയായത്. ഇന്ന് വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രിൻ്റ് എവിടെയുണ്ട് എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ അന്നത്തെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഗൗരിയമ്മയുടെ ആ വാക്കുകൾ ഇന്നും മനസ്സിൽ നിന്നും മറക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. അത്ര സ്നേഹത്തോടെയും ആണ് അവർ എന്നോട് സംസാരിച്ചത്. ഇന്ത്യ കണ്ട ഒരു വലിയ ദേശസ്നേഹി, രാഷ്ട്രീയക്കാരി, കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രത്തിൽ തിലകക്കുറി ചാർത്തിയ ഒരു വലിയ വ്യക്തിത്വത്തിനുടമ. അവരുടെ ഒരുപാട് പ്രസംഗങ്ങൾ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിലും തമ്പാനൂരിലും അങ്ങനെ നിരവധി വേദികളിൽ അവരുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിന് ഇത്രയും ചങ്കുറപ്പുള്ള ഒരു കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുത്താൽ അതിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കാത്ത ഒരു വലിയ വ്യക്തിത്വം, സ്നേഹമയിയായ ഒരു രാഷ്ട്ര തന്ത്രജ്ഞ
എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം. അവരെക്കുറിച്ച് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ അന്ധകാരനാഴി എന്ന ഗ്രാമത്തിൽ കളത്തിപ്പറമ്പിൽ കെ എ രാമൻ്റെയും പാർവതിയമ്മയുടെയും മകളായി 1919 ജൂലൈ 14 ശ്രീമതി ഗൗരിയമ്മയുടെ ജനനം. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും BA ബിരുദം, തുടർന്ന് എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമബിരുദം കരസ്ഥമാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്ന ജ്യേഷ്ഠ സഹോദരൻ സുകുമാരൻ്റെ പ്രേരണയാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. 1957 ലോകത്താദ്യമായി ബാലറ്റ് വോട്ട് ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ വന്ന പ്രഥമ കേരള മന്ത്രിസഭ, അതിൽ അംഗമായി. 1957 മെയ് 30 KR ഗൗരിയമ്മ ശ്രീ TV തോമസിനെ വിവാഹം കഴിച്ചു. 2021 മെയ് 11 പുലർച്ചെ 102-ാം വയസ്സിൽ അവർ ഈ ലോകം വെടിഞ്ഞു. ചരിത്രഗതിയെ മാറ്റിമറിച്ച പോരാട്ടങ്ങളുടെ കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ താണ്ടിയ ഗൗരിയമ്മയെ എന്ന കമ്മ്യൂണിസ്റ്റ് ഇതിഹാസത്തിൻ്റെ ത്യാഗനിർഭരമായ ജീവിതം ഇനി ചരിത്രത്തിൻ്റെ ഭാഗം. അവരെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം ആയി കരുതുന്നു. ഇവിടെ രാഷ്ട്രീയമല്ല പ്രധാനം എൻ്റെ കാഴ്ചപ്പാടിൽ. അവരുടെ ഓരോ കാര്യങ്ങളിലുമുള്ള ശക്തമായിട്ടുള്ള നടപടി, അവർ ഒപ്പിട്ട ഒരു ഫയലിൽ മറ്റൊരു മന്ത്രിയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ ഒപ്പിടില്ല എന്നതാണ് ചരിത്ര സത്യം. കാരണം എല്ലാത്തിനെപ്പറ്റിയും അവഗാഹമായി അവർ പഠിക്കും. വെറുതെ ഒന്നെടുത്ത് നോക്കി അതിലൊപ്പിടുക എന്നതല്ല. അവർ ഒന്ന് പഠിച്ച് അതിലൊന്നെഴുതിയാൽ അവരിരിക്കുന്ന വകുപ്പിലെ IAS ഉദ്യോഗസ്ഥൻ പോലും 10 തവണ ചിന്തിക്കും. അത്രമാത്രം അവഗാഹ ജ്ഞാനവും ഇരിക്കുന്ന കസേരയുടെ മഹാത്മ്യവും ജനങ്ങളുടെ വിഷമവും എല്ലാം കണ്ട ജീവിച്ചറിഞ്ഞ ഒരു വലിയ വനിത. ചരിത്രത്തിൻ്റെ താളുകളിൽ ഗൗരിയമ്മയെ കൂടാതെ കടന്നു പോകാൻ കഴിയുമോ? നിസ്സംശയം പറയാം, ഇല്ല എന്ന് തന്നെ. ഇന്ത്യ കണ്ട മഹത് വ്യക്തിത്വങ്ങളിൽ ഒരാൾ തന്നെയാണ് ശ്രീമതി ഗൗരിയമ്മ. അത്രയും വിനയത്തോടും ബഹുമാനത്തോടും കൂടി മാത്രമേ അവരെ കാണാനും അവരെപ്പറ്റി ചിന്തിക്കാനും കഴിയുള്ളൂ. കാലത്തിൻ്റെ മറന്നേക്ക് കടന്നുപോയെങ്കിലും ചരിത്രാന്വേഷികൾ അവരെപ്പറ്റി ഒരാളെങ്കിലും ഓർക്കാത്ത ഒരു ദിനം ഉണ്ടാവില്ല ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ. അതാണ് അവരുടെ മഹത്വം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.